ഗായ്സ്, ഇന്ന് ഞാനൊരു പുതിയല്ല ഒരു സാധനം ഞാൻ കാണിക്കാം. എനിക്ക് പണ്ടൊക്കെ ഭയങ്കര ക്രഷുള്ളൊരു സാധനം, കുറച്ച് സാധനങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റാണ്. എനിക്കൊന്ന് ഒരു 21-22 വയസ്സൊക്കെ ആയപ്പം എനിക്ക് വെറുതെ വീട്ടിലിരിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ ഇത് വേണം. ഞാൻ ഇതിനെ കണ്ടപ്പോൾ എനിക്കിത് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇത് വേണം എന്ന് തോന്നിയിട്ട് ഞാൻ അന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി ഇത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അതിൻ്റെ റീസണൊന്നും എനിക്കറിയത്തില്ല. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. വല്ലാത്തൊരു ഇത് കാണുമ്പം എന്തൊക്കെയോ കുറേ പോസിറ്റീവ് കാര്യങ്ങൾ, ഒരിഷ്ടം, ഭയങ്കര ഒരു പോസിറ്റീവ് വൈബുള്ളൊരു സാധനമാണ് മയിൽപ്പീലി. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ മയിൽപ്പീലി, അതുപോലെ കുന്നിക്കുരു, കടൽ, മയിൽ, ഇങ്ങനെയുള്ള അതിനോടൊക്കെ ഒരു പ്രത്യേക ഒരു എന്താ പറയേണ്ട അതെന്ത് ഫീലാണെന്ന് എനിക്കറിഞ്ഞൂടാ. നമുക്കൊരു വല്ലാത്തൊരു ഇഷ്ടം ഈ മയിൽപ്പീലിയുടെ അടുത്ത് പ്രത്യേകിച്ച്. അതെൻ്റെ റീസൺ ഡിവൈൻ തിങ്കിങ്ങിലൊന്നും അല്ല, ദൈവത്തിൻ്റെ അങ്ങനത്തെ സീനൊന്നും അല്ല. പക്ഷെ എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ്, അതിൻ്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും എന്ത് ഭംഗിയായിട്ടാണ് ദൈവം ക്രിയേറ്റ് ചെയ്ത് വച്ചേക്കുന്നത്. അതിൻ്റെ കളർ നോക്കി എനിക്കതിൻ്റെ എപ്പോഴും എനിക്കൊരു വല്ലാത്തൊരു അഡിക്ഷനാണ് ഈ സാധനം, മയിൽപ്പീലി. ഞാൻ ഭയങ്കര മയിൽപ്പീലി ലവറാണ്. എനിക്കൊത്തിരി ഇഷ്ടമാണ് ഇതിനെ. എന്താണ് അതിൻ്റെ റീസൺ എനിക്കറിയില്ല. മോസ്റ്റ് ഫേവറേറ്റ് തിങ്ങിലൊരു സാധനമാണ് ഇത്. അപ്പം എനിക്ക് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലൊക്കെ ഞാൻ പണ്ട്, അതായത് ഒരു ടീനേജ് സമയത്തൊക്കെ ഈ മയിൽപ്പീലി, എന്നിട്ട് നമ്മൾ ലെറ്റേഴ്സൊക്കെ എഴുതുമ്പോൾ ഈ മയിൽപ്പീലി വെച്ചിട്ട് ഒട്ടിച്ച് കുന്നിക്കുരുകൾ ഇങ്ങനെയൊക്കെ എഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സോ ഇങ്ങനത്തെ കുറേ റീസണൊന്നും ഇല്ലാത്ത ഇഷ്ടങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ എൻ്റെ എസ്തെറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യായിട്ട് വെച്ച എൻ്റെ സാധനത്തെ കണ്ടേ, അവളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ ചെയ്ത് വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അതിൻ്റെ ഭംഗിയും അതിൻ്റെ നിറവും അതിൻ്റെ സൗന്ദര്യവും ഇപ്പോൾ